നമസ്കാരം. കൂടെ കിടക്കാൻ വിളിച്ചതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖ്, അതുപോലെ തന്നെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് എന്നിവരൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ചലച്ചിത്ര അക്കാദമി സ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട ചുമതലയും അതുപോലെ തന്നെ അമ്മ അസോസിയേഷന്റെ ചുമതലയും ഒക്കെ രാജിവെക്കേണ്ടി വന്നു. അതായത് ആരോപണങ്ങൾക്ക് പിന്നാലെ പ്രമുഖരൊക്കെ മുഖം വികൃതമായി കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ ദിവസവും പുതിയ പുതിയ നടന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരും രംഗത്ത് വരികയാണ്. ഇന്നിപ്പോഴാ അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. എന്തായാലും മലയാള നടന്മാരുടെ മൂടുപടങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ അഴിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രതികരണ ശേഷി വർദ്ധിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയരുന്നത്. എന്തായാലും പലരും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുകയാണ്. വ്യക്തിയെയും വ്യക്തിത്വത്തെയും നോക്കാതെ പരസ്യമായി തന്നെ അതിക്രമം നടത്തിയവർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിൽ അടിച്ചമർത്തപ്പെട്ടവർ പ്രതികരിച്ചു വരുന്നത്. മലയാള സിനിമയിലെ 4 നടന്മാരിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി എന്ന് തുറന്നു പറഞ്ഞ് ഇന്ന് നടി മിനു മുനീറും രംഗത്തേക്ക് വരുന്നു. നടനും MLA-യുമായിട്ടുള്ള മുകേഷ്, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ മിനു ശാരീരികമായും വാക്കാലും അതിക്രമം നേരിട്ടു എന്നുള്ള ആരോപണവുമായി രംഗത്തെത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് താരത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൽ, വിച്ചു എന്നിവർക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. 2013-ലാണ് ദുരനുഭവം ഉണ്ടായതെന്ന് താരം വ്യക്തമാക്കുന്നു. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ പോലും ഉപദ്രവം അസഹനീയമായതോടെയാണ് മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ തീരുമാനിച്ചത് എന്നതും അന്ന് അനുഭവിക്കേണ്ടി വന്ന ആഘാതങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും നീതി ലഭ്യമാക്കണമെന്നും മീനു ആവശ്യപ്പെടുകയാണ്. നടൻ അലൻസിയർക്കെതിരെ മറ്റൊരു ആരോപണവുമായി യുവനടിയായിട്ടുള്ള ദിവ്യ ഗോപിനാഥും രംഗത്തെത്തിയിട്ടുണ്ട്. ആഭാസം എന്ന സിനിമയിൽ ലൊക്കേഷനിൽ വെച്ച് അലൻസിയർ മോശമായി പെരുമാറി എന്നതാണ് അവർ പറയുന്നത്. ഇതിനെതിരെ അമ്മ സംഘടനയിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും ഒരു ഫലവും ഉണ്ടായില്ല എന്നും നടി വ്യക്തമാക്കി. 2018-ലാണ് അലൻസിയർക്കെതിരെ അമ്മയിൽ പരാതി നൽകിയത്. പക്ഷേ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ലൊക്കേഷനിൽ വെച്ച് അയാൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. അന്നത്തെ ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. സംഘടനയ്ക്ക് ഉള്ളിലുള്ള എല്ലാ സ്ത്രീകളും സുരക്ഷിതരാണ് എന്ന് ഉറപ്പാക്കേണ്ടത് സംഘടനയുടെ ഉത്തരവാദിത്തമാണെന്നും അലൻസിയർക്ക് നഷ്ടമാകാൻ ഒന്നും തന്നെ ഇല്ല എന്നും എന്നാൽ എനിക്ക് അവസരങ്ങൾ ഒരുപാട് നഷ്ടമായെന്നും യുവനടി വ്യക്തമാക്കി. ഇടവേള ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അലൻസിയർ മാപ്പ് പറഞ്ഞല്ലോ എന്നായിരുന്നു മറുപടിയായി നൽകിയതെന്നും യുവനടി ഓർമ്മപ്പെടുത്തി. പേരിനൊരു നടപടി പോലും എടുത്തില്ല എന്നതാണ് ദുസ്സഹം. അന്ന് അയാൾക്കെതിരെ നടപടി എടുത്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം പുരസ്കാര വേദിയിൽ വെച്ച് സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിൽ അയാൾ സംസാരിക്കുമായിരുന്നില്ല എന്നും യുവനടി പറയുന്നു. നടിമാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ സംഘടന തയ്യാറാകണമെന്നും ദിവ്യ ഗോപിനാഥ് പ്രതികരിക്കുകയാണ്. എന്തായാലും മലയാള സിനിമാ മേഖലയിലെ ഒരുപാട് നടന്മാരുടെ മുഖങ്ങൾ ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. മുഖം മൂടിയിട്ട് സാധാരണഗതിയിൽ മേക്കപ്പ് ഇട്ടൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിപ്പോൾ മുഖം മൂടിയിട്ട് സിനിമയിൽ ഹീറോ ആയി വരുന്നവരാണ് പലരും എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതേസമയം ഇതിനെതിരെ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അവസരം കിട്ടാത്ത ആളുകളും ആരോപണങ്ങൾ ഉന്നയിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് മലയാള സിനിമാ മേഖലയിലെ ഓരോ നടന്മാർക്കെതിരെയും ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്.